بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹിതരെ, പരിശുദ്ധ ഇസ്ലാം പല രാജ്യങ്ങളും ജയിച്ചടക്കുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങൾ, ഈജിപ്ത്, യമൻ തുടങ്ങിയുള്ള പ്രദേശങ്ങൾ എല്ലാം ജയിച്ചടക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. അവയെല്ലാം സത്യമായി പുലരുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത് ഹിജ്റ 5-ാം വർഷം ഖന്ദഖ് കിടങ്ങ് കീറുന്ന സമയത്താണ്. ഖന്ദഖ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് മദീനയെ ആക്രമിക്കുവാൻ വേണ്ടി മക്ക മുശ്രിക്കുകളും ഗത്ഫാൻ ഗോത്രക്കാരും യഹൂദികളും എല്ലാവരും സംഘടിച്ചു വന്നൊരു സമയത്ത് എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മദീനയുടെ പ്രവേശന കവാടത്തിൽ ഒരു കിടങ്ങ് കീറാൻ തീരുമാനിക്കുന്നത്. ശത്രുക്കൾക്ക് ചാടിക്കടക്കാൻ കഴിയാത്ത അത്രയും വീതിയിലും ഇറങ്ങിയാൽ കയറാൻ പറ്റാത്ത അത്രയും ആഴത്തിലുമുള്ള കിടങ്ങ് കീറുക എന്നതായിരുന്നു തന്ത്രം. ശത്രുക്കളെല്ലാവരും സംഘടിച്ച് വരുന്ന യുദ്ധമായതുകൊണ്ട് അതിന് അഹ്സാബ് യുദ്ധം എന്നും പേരുണ്ട്. ഏതാണെങ്കിലും അവർ കിടങ്ങ് കീറാൻ തീരുമാനിച്ചു. 1000-ഓളം സ്വഹാബിമാരുണ്ട്. വളരെ പട്ടിണിപ്പാവങ്ങളാണ്, വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം കൊടികുത്തി നിൽക്കുന്ന ഒരു സമയം. ഈ ഒരു സമയത്താണ് ഇത്തരമൊരു വലിയ കിടങ്ങ് കീറുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നത്. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. സ്വഹാബിമാരെല്ലാവരും തങ്ങളുടെ വയറ്റിൽ ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റത്ത് 2 കല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത്, അറള ലനാ സഖറത്തുൻ ഫീ മക്കാനിൻ മിനൽ ഖന്ദഖി ലാ തഅഖുദു ഫീഹൽ മആബിൽ. ഖന്ദഖിൽ ഒരു സ്ഥലത്ത് ഒരു വലിയ പാറ, പിക്കാസ് കൊണ്ടൊന്നും അടിച്ചിട്ട് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പാറ. വഖദ് അസ്വാബൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു ജുഹ്ദുൻ ശദീദുൻ. നബിക്കും നബിയുടെ സ്വഹാബത്തിനും വല്ലാത്ത പ്രയാസമുള്ള ഒരു കാലമാണത്. ഹത്താ റബത്തൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബത്നി ഹജറൻ മിനൽ ജൂഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരുന്നു. ഫശക്കൗ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വന്ന് സ്വഹാബിമാർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കല്ലിനെക്കുറിച്ച് പരാതി പറഞ്ഞു, ഒരു പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല എന്ന്. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ തന്നെ നേരിട്ട് വന്നു. ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രം അഴിച്ചു വെച്ചു. എന്നിട്ട് ആ പാറയുള്ള ഭാഗത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പിക്കാസ് എടുത്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഫളറബ ളർബതൻ, പാറക്കല്ലിൽ ആഞ്ഞു വെട്ടി. ഫകസറ സുലുസൽ ഹജരി, കല്ലിൻ്റെ 1/3 ഭാഗം പിളർന്ന് പുറത്തേക്ക് പോയി. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഉഅതീതു മഫാത്തിഹ ശാം, ഷാമിൻ്റെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വല്ലാഹി ഇന്നി ലഅബ്സിറു ഖുസൂറഹ അൽ ഹുമുർ മിൻ മക്കാനി ഹാദാ. ഇതാ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ഷാമിൻ്റെ, ഡമസ്കസിൻ്റെ കോട്ടകൊത്തളങ്ങൾ, ചുവന്ന കോട്ടകൊത്തളങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്ന്. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹി എന്ന് ചൊല്ലിക്കൊണ്ട് വീണ്ടും ആ പാറയിൽ ആഞ്ഞുവെട്ടി. അപ്പോഴും 1/3 ഭാഗം പിളർന്നു പോന്നു. അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഉഅതീതു മഫാത്തിഹ ഫാരിസ്, പേർഷ്യയുടെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വല്ലാഹി ഇന്നി ലഅബ്സിറുൽ മദായിൻ വഅബ്സിറു ഖസ്റഹ അൽ അബ്യദ് മിൻ മക്കാനി ഹാദാ.
മദായിൻ ഞാൻ കാണുന്നുണ്ട്, പേർഷ്യയുടെ ഭാഗം, അതിൻ്റെ കോട്ടകൊത്തളങ്ങളും വെളുത്ത കോട്ടകളും ഞാൻ കാണുന്നുണ്ട് എന്ന്. പിന്നെയും അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പിക്കാസ് കൊണ്ട് വീണ്ടും ആഞ്ഞുവെട്ടി, ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗവും പൊട്ടിപ്പിളർന്നു, കഷ്ണം കഷ്ണമായി ആ പാറ തകർന്ന് ഇല്ലാതെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും പറഞ്ഞു, അല്ലാഹു അക്ബർ, ഉഅ്തീതു മഫാത്തിഹൽ യമൻ വ വല്ലാഹി ഇന്നി ലഅബ്സിറു അബ്വാബ സൻആ മിൻ മക്കാനി ഹാദാ. യമനിൻ്റെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യമനിൻ്റെ തലസ്ഥാനമായ സൻആ, ആ സൻആഇൻ്റെ വാതിലുകൾ ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഈ സ്ഥലത്തിരുന്നു കൊണ്ട് എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തതുപോലെ, പ്രവചിച്ചതുപോലെ ഷാമും അഥവാ ഡമസ്കസും അതുപോലെ തന്നെ പേർഷ്യയും യമനും എല്ലാം പിൽക്കാലത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ കീഴിൽ വരികയും പരിശുദ്ധ ദീനിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന രാജ്യങ്ങളായി മാറുകയും ചെയ്തു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം സത്യമായി പുലർന്നു എന്ന് ചുരുക്കം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.